ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോൺട്രിയലിലേക്ക് വന്ന വിവരമൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, ഞങ്ങളിപ്പോൾ മോൺട്രിയലിലാണ്. ഇപ്പം നമ്മളുള്ളത് പ്രജേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അഫ്രിൻ എന്നാണ് പേര്. അവിടേക്ക് ഞങ്ങൾ ഒരു 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മോൺട്രിയലിൽ തന്നെയാണ് വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ വിശേഷങ്ങളാണ്. വീഡിയോ കാണാം. ഞങ്ങൾ 3 പേരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോകാമെന്നുള്ളതാണ് പ്ലാൻ. ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഹായ് പറ. ഇതായിരുന്നു ഫുഡ്. മട്ടൻ ചുക്ക. ഇത് വേറെ ലെവലായിരുന്നു. യാസർ ഉണ്ടാക്കിയതായിരുന്നു. ഇത് അഫ്രിൻ്റെ വക പുലാവ്. ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി കൊണ്ട് ഒരു രസം പോലത്തെ, രസമല്ല, ഒരു കറി ഉണ്ടായിരുന്നു. അത് ഈ പുലാവും കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് വൈറ്റ് റൈസും മുട്ട പുഴുങ്ങിയതൊക്കെ ആയിരുന്നു. ഇതാണ് അവരുടെ വീട്. എല്ലാവരും റെഡിയായി. നമ്മൾ ഒരു പാർക്കിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അവിടെ നമുക്ക് സൺസെറ്റൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഞങ്ങളിതാ അവിടെ എത്തി. ഒരു ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് സൺസെറ്റും ഒക്കെ കാണാം. നല്ലൊരു പാർക്കായിരുന്നു, വലിയ പാർക്കുമായിരുന്നു. ഇവർ സമ്മറിൽ സൈക്കിളൊക്കെ ഓടിക്കാൻ സ്ഥിരം വരുന്ന പാർക്കാണെന്നാണ് പറഞ്ഞത്. ഇതാണ് അഫ്രിൻ. ഇവരുടെ കൂടെയുള്ള 2 ദിവസവും പോയതറിഞ്ഞില്ല. അത്ര വേഗം പോയി. അടിപൊളിയായിരുന്നു. പ്രജേട്ടനും യാസറും അവിടെ ഷട്ടിൽ കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾ 2 പേരും മിഴീനെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള ഒരുക്കത്തിലും. ഇവിടെ ഇതുപോലുള്ള ലൈറ്റ് ഹൗസുകൾ കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്നൊന്നും അറിയില്ല. ഇതല്ലാതെ ഒരു മെയിനായിട്ടുള്ള ലൈറ്റ് ഹൗസ് വേറെ ഉണ്ട്, അത് കാണിക്കാം. ഇവിടെ 2 പേര് ഒളിച്ച് കളിക്കുകയാണ്. മറുവശത്ത് 2 പേര് ഷട്ടിൽ കളിക്കുകയാണ്. നല്ല വെതറും ആയിരുന്നു അന്നത്തെ ദിവസം. ആകെ മൊത്തമോ നല്ല വൈബായിരുന്നു. പ്രൈവറ്റ് ബോട്ടുകളും നിർത്തിയിടാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം സമ്മറിൽ ബോട്ടുകളൊക്കെ ആളുകൾ ഇവിടെ കൊണ്ടുവന്നിടും. എന്നാൽ അവർക്ക് സമയമുള്ളപ്പോൾ എടുത്തിട്ട് പോവാമല്ലോ. അതിന് എന്തോ റെൻറ്റ് മാത്രം കൊടുത്താൽ മതി എന്നാണ് കേട്ടത്. അവൾക്ക് കൊഞ്ചം ഭയം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ പേടി പോവുകയും ചെയ്തു. പിന്നെ എനിക്കായിരുന്നു പേടി. അതിൽ കൂടെ കിടന്ന് ഓടുമായിരുന്നു. മിഴിക്ക് പറ്റിയ ഒരാളിനെ കൂട്ടിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് സമയം പോയി പെട്ടെന്ന്. ഈ മരം നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് കാണാൻ. ഈ മരത്തിലെ ഇലകളൊക്കെ ഓരോന്നായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ മരം ഇങ്ങനെ താഴെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഹായ്.
പിന്നെ ഇവിടെ ചെറിയൊരു കോട്ട പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ഉണ്ണി എവിടെ ഉണ്ണി? ഏകദേശം സൺസെറ്റിനുള്ള സമയമായി. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ആ സൂര്യനെ കണ്ടോ? വേറെ ലെവലായിരുന്നു. അവിടെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടില്ലേ? നമ്മൾ സൺസെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയി ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാം. ആ ടൈമിൽ നമുക്ക് അങ്ങോട്ട് പോവാം. മിഴിക്ക് ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടി ഓടി വരുന്നുണ്ടായിരുന്നു മിഴിനെ കണ്ടപ്പോൾ. So beautiful. ഈ തണുപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു വെതർ ആയപ്പോൾ മിഴിക്കുണ്ടായ സന്തോഷമാണ് ഈ കാണുന്നത്. അല്ലേ ഉണ്ണി? ആണോ? വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മിഴിക്കുട്ടി ഇത് അവിടെ ഇരുന്ന് കാണുകയാണല്ലേ? കാണിച്ചോക്കെ. ഈ വ്യൂ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ സൂര്യൻ്റെ അടുത്ത് കൂടെ ഒരു എയ്റോപ്ലെയിനും പോകുന്നു. സൺസെറ്റ് ആകുന്ന ടൈം ആയപ്പോഴേക്കും എവിടുന്നാന്നറിയില്ല ഒരുപാട് ആളുകൾ അവിടെ എത്തി. ഇതൊരു പ്രാവശ്യം കണ്ട ആരല്ലേ വരാതിരിക്കുക. ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് നല്ല ഫോട്ടോസ് എടുത്തു. എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പാർക്കിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതാണ്ടോ അവർ ഫുൾ സൺസെറ്റ് വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ സൂര്യൻ ആ പുഴയിലേക്ക് മുങ്ങിപ്പോയി. അതിനിടയ്ക്ക് എയ്റോപ്ലെയിനുകളൊക്കെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അത് കാണാനും വേറെ ലെവലായിരുന്നു. ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ പേര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുട്ടി തുടങ്ങി. എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും തിരിച്ചു പോവുകയാണ്. എല്ലായിടത്തും ലൈറ്റൊക്കെ കത്താൻ തുടങ്ങി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാ ഞങ്ങൾ ഷോപ്പിലെത്തി. ജസ്റ്റ് ഡോൺ എയർ എന്നായിരുന്നു ആ ഷോപ്പിൻ്റെ പേര്. ബാക്കി വിശേഷങ്ങൾ അകത്ത് പോയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഓർഡർ റെഡി അയച്ചാൽ അതിൽ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയാൽ നമ്മുടെ റെഡി ആയി എന്നർത്ഥം. നമുക്ക് പോയിട്ട് വാങ്ങാം. ഇതായിരുന്നു ഫുഡ് എന്നൊക്കെ പറഞ്ഞ് വേറെ ലെവലായിരുന്നു. ആ ബ്രെഡും അതിൻ്റെ ഉള്ളിലെ ചിക്കനും ആ ഫ്രൈസും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇനി അത് കഴിക്കാൻ ഞാൻ ബോണ്ടറിയിൽ വരെ പോകണ്ടേ എന്നാണ് ആലോചിക്കുന്നത്. താങ്ക് യു അഫ്രീൻ ആൻഡ് യാസർ. അടിപൊളി ഡേ, അടിപൊളി ഫുഡ്. വേറെ എന്താ വേണ്ടത്? നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.